സുഹൃത്തുക്കളെ, ഇന്ന് വീണ്ടും പോലീസ് വിളിച്ചിരുന്നു. ഹലോ, അബ്ദുൽ ഖാദർ. ആ പിന്നെ ഞാനന്ന് വന്നിന്, പക്ഷെ അന്ന് വളരെ ലേറ്റ് ആയിട്ട് വരും. അങ്ങോട്ട് ആ ബന്ദിയോട് വരുമ്പോ ആ വളരെ ലേറ്റ് ആയി പോയി. നിങ്ങളുടെ ഇപ്പോ ആര് ഇത്? ഞാൻ കുമ്പള സ്റ്റേഷനിൽ വിളിക്കുന്ന പോലീസുകാരനാണ്. ആ ആ അന്ന് ഞാൻ വിളിച്ചിട്ട് നിങ്ങളാ ആ ഞാൻ ഇവിടെ വീട്ടിലുണ്ട്. വീട്ടിലുണ്ടാ? ആ കുമ്പളക്കാട് വരുന്നില്ലെന്ന്? ഇല്ലില്ല. ഇല്ല അല്ലേ? ആ നിങ്ങളെ വാട്സപ്പ് ഉണ്ടല്ലേ? വാട്സപ്പ് ഉണ്ട്. അതെ, വാട്സപ്പിൽ അയച്ചാൽ മതിയാ? ഇതേതാ ഇതിന്റെ നമ്പറിന്റെ അവസാനം ഏതാ? വാട്സപ്പ് ഏത് നമ്പറിലാണ് വിളിക്കുന്നത്? 8869 അല്ലേ അവസാനം? 969 അല്ലേ? 969. ആ അതിൽ വാട്സപ്പ് ഉണ്ട്. ഉണ്ടല്ലേ? പിന്നെ 10-ാം തീയതി ഹാജരാൻ പറഞ്ഞിട്ടുണ്ട് കോടതി. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ എനിക്കൊരു സാധനം ഒന്ന് പറഞ്ഞു. നിങ്ങളെ പഞ്ചായത്തിലായിരുന്നു? പഞ്ചായത്ത് മംഗൽപാടി അല്ലേ? മംഗൽപാടി. ഒറ്റ മിനിറ്റ്. മംഗൽപാടി പഞ്ചായത്ത്. ഒരു മിനിറ്റ്. നിങ്ങൾ കുമ്പളക്ക് ഇന്നോ നാളെ വരുന്നില്ല ഇങ്ങോട്ട്? ഞാൻ ഇന്നലെ വന്നിട്ട് കുറെ വൈകി പോയി വരുമ്പോ. പിന്നെ ഞാൻ വിളിച്ചിട്ട് എങ്ങനാ, ഞാൻ ബന്ദിയോടെല്ലാം പോയിട്ട് സിറിയലും പോകണേ. ഞാൻ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാട്സാപ്പിൽ അയച്ചാൽ മതി. വാട്സാപ്പിൽ റെസിപ്റ്റ് ആവില്ലേ? റെസിപ്റ്റ് ആവും. നിങ്ങൾ പോയാൽ മതി. 10-ാം തീയതി പോവില്ലേ? പോയാൽ മതി നിങ്ങൾ. ആ പോവാം. ആ മംഗൽപാടി പഞ്ചായത്ത്. ഒരു മിനിറ്റ്. പഞ്ചായത്ത് വാർഡ് നമ്പർ 14-136 കെട്ടിട നമ്പർ 14-136 അല്ലേ? ആ. പിന്നെ വീട്ടിലായാലും ഭാര്യന്റെ പേരെന്ന് പറയോ? ഭാര്യയുടെ പേര് സുമിയ. സുമിയ അല്ലേ? സുമിയ. ഓക്കെ ഓക്കെ. ഞാൻ അയച്ചുതരാം, വാട്സാപ്പിൽ അയച്ചുതരാം. ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ. ഇത് ക്രിസ്ത്യൻ വ്രണക്കേസാണ്. കുമ്പള പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, മലപ്പുറത്ത് നിന്ന് വിളിച്ചിട്ടുണ്ട്. ഒരു കൃത്യത്തിന് 2 കേസാവോ അല്ലെങ്കിൽ ഒരു കേസാണെന്ന് അറിയില്ല. എന്തായാലും പോയിട്ട് നോക്കണം. അപ്പോൾ 16-ാം തീയതി വീട്ടിലൊരു കല്യാണം നടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് കല്യാണമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ബന്ധുക്കളെ കാണാം, നാട്ടുകാരെ കാണാം. പക്ഷെ ഇന്ന് എനിക്ക് തീരെ ഇഷ്ടമല്ല. കാരണം വാട്സാപ്പിലും ടിക്ടോക്കിലും ഒക്കെ എനിക്കെതിരെ ഭീകരാക്രമണം നടക്കുമ്പോൾ എനിക്ക് വേണ്ടി പറയാൻ ഒരു ബന്ധുക്കളും ഒരു നാട്ടുകാരുണ്ടായിരുന്നില്ല. മാത്രമല്ല, എൻ്റെ അഡ്രസ്സ് മലപ്പുറക്കാരനായ ഒരു KMCC-കാരന് കൊടുക്കാൻ എൻ്റെ നാട്ടുകാർ തയ്യാറായി. അവർ പറഞ്ഞതനുസരിച്ച് വന്നാൽ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തെത്തും. അത്രയും കൃത്യമായിട്ട് എൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്ത എൻ്റെ നാട്ടുകാർ എൻ്റെ കുടുംബക്കാരായിരിക്കും, ആരാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുക, അവരോടൊക്കെ മുഖത്ത് നോക്കി ചിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒക്കെ ഗതികേട് കൊണ്ട് ചിലപ്പോൾ റോട്ടിലൊക്കെ കണ്ടാൽ ചിലപ്പോൾ ചിരിച്ചെന്നിരിക്കും. അതൊരു മനുഷ്യൻ്റെ കടമയാണല്ലോ. പക്ഷേ അവരൊക്കെ ഒരു ദിവസം വീട്ടിലോട്ട് വരും, അവരുടെ മുഖത്ത് നോക്കി ചിരിക്കേണ്ടി വരും എന്നൊക്കെ അറിയുമ്പോൾ ഭയങ്കര വിഷമമാണ്. അപ്പോൾ എങ്ങനെ ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കുമെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം വേറെ എവിടെയെങ്കിലും പോയിട്ട് ലോഡ്ജ് എടുത്ത് നിൽക്കാമെന്ന് വിചാരിച്ചാൽ കയ്യിൽ പൈസ, സാധാ ലോക്കൽ ട്രെയിനിൽ കയറിയിട്ട് ഒരു ഡൽഹി വരെ പോകാമെന്ന് വിചാരിച്ചാൽ അതിനും പൈസയില്ല. അങ്ങനെ ആ കുടുങ്ങിയിരിക്കുന്ന സമയത്താണ് ക്രിസ്ത്യാനികളുടെ ഈ വ്രണക്കേസ് ഒരു അനുഗ്രഹമായിട്ട് വരുന്നത്. കോടതി പോയാൽ കോടതി ഫൈൻ അടക്കാൻ പറയും. കഴിഞ്ഞ തവണ തന്നെ ഹിന്ദുക്കളുടെ 2 കേസ്, 2ാമത്തെ കേസിലും ഒരേ ജഡ്ജി ഒരേ കേസ്. അയാൾക്ക് എന്നെ കണ്ടപ്പോൾ തന്നെ ദേഷ്യം പിടിച്ചു. നിനക്ക് സെയിം പരിപാടിയാണെന്ന് ചോദിച്ചു. അപ്പോൾ 3ാമത്തെ വട്ടം ആളാണ് കാസർഗോഡ് മുനിസിപ്പൽ ജഡ്ജിയായിട്ട് ഇരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ശിക്ഷ വിധിച്ചേക്കാം. എന്തായാലും ഫൈൻ അടക്കാൻ എൻ്റെ കയ്യിൽ പൈസയില്ല. ആദ്യം 1000 രൂപയായിരുന്നു ഫൈന്, 2ാമത് 2000 രൂപയായിരുന്നു ഫൈന്. ഇപ്പോൾ എന്തായാലും ചിലപ്പോൾ ഡബിൾ 4000 ആക്കാം, അല്ലെങ്കിൽ അത് കൂടുതലാക്കാം. കാരണം ഞാനിങ്ങനെ കുറ്റകൃത്യം റിപ്പീറ്റ് ചെയ്യണമല്ലോ. എന്തായാലും ഒരാഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഒന്നും അകത്ത് കിടക്കുന്നതിൽ ഇപ്പം എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, നിനക്ക് കുട്ടികളില്ലേ, മക്കളില്ലേ, അവരുടെ ഉത്തരവാദിത്തങ്ങൾ ആര് നിറവേറ്റും എന്നൊക്കെ നിങ്ങൾ എന്നോട് ചോദിക്കും. പ്രത്യേകിച്ചിട്ട് മുസ്ലിങ്ങൾ എന്നോട് ചോദിക്കും. അപ്പോൾ മുസ്ലിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഗസ എക്സാമ്പിളായിട്ട് ഗസ എടുക്കുകയാണെങ്കിൽ അവിടെ ഇസ്രായേലികളെ ബന്ദികളാക്കി വെച്ചു. എന്നിട്ട് അവരുടെ കുടുംബക്കാരെ, നാട്ടുകാരെ ഇസ്രായേൽ അടിച്ച് കാർപ്പറ്റ് ബോംബിട്ട് നിരത്തി കളഞ്ഞു. 66,000 പേരോളം കൊല്ലപ്പെട്ടു. 1,00,000-ൽ കൂടുതൽ ആൾക്കാർക്ക് പരിക്കേറ്റു. 80% കെട്ടിടങ്ങൾ നശിപ്പിക്കപ്പെട്ടു. എന്നിട്ടും അവർ ബന്ദികളെ കൊടുക്കാൻ തയ്യാറായില്ല. ആ ആർജവമാണ് എനിക്കിഷ്ടം. ആ യഹ്യ സിൻവറിനെയാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മക്കളെ അറിഞ്ഞുകൊണ്ട് പട്ടിണി കിട്ടിട്ടില്ല. ഞാൻ എൻ്റെ ജീവിത കാലഘട്ടത്തിൽ, എനിക്ക് ആരോഗ്യമുള്ള കാലഘട്ടത്തിലൊക്കെ ഞാൻ എനിക്ക് പറ്റും പോലെയൊക്കെ അവരെ നോക്കിയിട്ടുണ്ട്. എന്നോ ചത്തുപോയ കൊള്ളക്കാരനും ബലാത്സംഗിയുമായ മുഹമ്മദിന് വേണ്ടിയിട്ടും ഒരുപാട് ആളുകളുടെ കൊലപാതകത്തിന് കാരണമായ യേശുവിന് വേണ്ടിയിട്ടും യുഗങ്ങളോളം മനുഷ്യരെ അടിമകളാക്കിയും കൊന്നും ജീവിച്ച അക്രമികളുടെ ദൈവമായ ശിവനും വേണ്ടി എന്നെ നിങ്ങൾ ജയിലിൽ കിടത്തുകയാണ്, എന്നെ നിങ്ങൾ ദ്രോഹിക്കുകയാണ്. നിങ്ങളാണ് നന്നാവേണ്ടത്, ഞാനല്ല. ഞാനൊരിക്കലും ഒരു മനുഷ്യൻ്റെയും അന്നം മുടക്കിയിട്ടില്ല, ഒരു മനുഷ്യനെയും ഞാൻ ദ്രോഹിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഞാൻ മതദൈവങ്ങൾ അപമാനിക്കാറുണ്ട്, നിന്ദിക്കാറുണ്ട്. തീർച്ചയായിട്ടും അതിനെനിക്ക് തിരിച്ചു തെറിയും കേൾക്കാറുണ്ട്. അത് നിങ്ങൾക്ക് എൻ്റെ പോസ്റ്റുകളിലും കമൻസുകളിലും ഒക്കെ പോയാൽ കാണാം. അതൊക്കെ ആ രീതിയിൽ ഒതുക്കണം. അത് വ്യക്തിപരമായിട്ട് അയാളുടെ ജീവിതത്തിലേക്ക് കയറി ചെന്ന് അയാളെ തടവിലിട്ട് അല്ലെങ്കിൽ അയാളെ അടിച്ച് ഇടിച്ചൊക്കെ ഇട്ടല്ല പ്രതികരിക്കേണ്ടത്. എന്തായാലും അങ്ങനെയുള്ള മതതീവ്രവാദികളോട് വിട്ടുവീഴ്ചയില്ല, മരണം വരെ പോരാടും.
മരിച്ചാൽ ഇപ്പം എനിക്കൊന്നുമില്ല, കാരണം എനിക്ക് നാട്ടുകാരോട് പുച്ഛമാണ്. ഈ വീഡിയോക്ക് തന്നെ 10 വ്യൂസൊക്കെ ആയിരിക്കും കിട്ടുക. ഇത് കണ്ടില്ല, ഹണി റോസ് പർദ്ദ ഇട്ടിട്ട് ഒരു വീഡിയോ. ഇത് കണ്ടാൽ കൈയടിക്കാൻ ഒരുപാട് മുസ്ലിങ്ങളുണ്ടാവും. അതേപോലെ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞാൽ കൈയടിക്കാൻ കുറേ സംഘികളും ക്രിസംഘികളും എസൻസുകാരും ഉണ്ടാവും. എല്ലാ മതക്കാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും കുറ്റം പറഞ്ഞാൽ ആരും ഉണ്ടാവില്ല. അതിൽ വിഷമമൊന്നുമില്ല. എനിക്ക് സമൂഹത്തോട് പൊതുവെ പുച്ഛമാണ്. എനിക്ക് സമൂഹത്തിനെതിരെ പ്രതികരിക്കാൻ എൻ്റെ ശരീരവും എൻ്റെ ജീവിതവുമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഗാന്ധിയൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. സ്വയം തടവിൽ കിടക്കുക, സ്വയം പട്ടിണി കിടക്കുക, സ്വയം നരകിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഞാനും ഈ ലോകത്തോട് പ്രതിഷേധിക്കുക. അതുകൊണ്ട് നാട്ടുകാർക്കെന്ത് നേട്ടം, എനിക്കെന്ത് നേട്ടം എന്നുള്ളതല്ല. എനിക്കൊരു സുഖം, നാട്ടുകാർക്ക് സുഖം കിട്ടുന്നുണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ കാസർഗോഡ് മജിസ്ട്രേറ്റ് കോടതിയോ മുനിസിപ്പൽ കോടതിയോ എന്തോ ആണ്, അപ്പോൾ അവിടെ വരിക. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് കോടതി. ഒരു 4 ചതുരം പോലെയുള്ള ഒരു കെട്ടിടമാണ്. അതിൻ്റെ നടുവിൽ ഒരു ഓപ്പൺ സ്പേസ് ആണ്. അതിൽ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു കോടതിയുണ്ട്. അത് മജിസ്ട്രേറ്റ് കോടതിയാണെന്ന് തോന്നുന്നു. ഞാൻ 2 വട്ടം പോയിട്ടുണ്ട്. അത് ശരിക്കും അതിൻ്റെ പേര് എനിക്ക് മറന്നുപോയി. അപ്പോൾ ആ കോടതിയിൽ ഞാനുണ്ടാക്കും. അപ്പോൾ അവിടെ വരിക, കാണേണ്ടവർക്ക് കണ്ടു ബോധ്യപ്പെടാം. ഇത് കളവൊന്നുമല്ല. കാരണം നിങ്ങൾക്ക് അള്ളാഹുവിനെ വിശ്വസിക്കാനും യേശുവിനെ വിശ്വസിക്കാനും ശിവനെ വിശ്വസിക്കാനൊന്നും തെളിവുകൾ ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെയുള്ള സത്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. കണ്ട് വന്ന് ബോധ്യപ്പെടുക. അപ്പോൾ ശരി.